Welcome to Business Studies class. Dear students, we are discussing about third chapter of Business Studies, Private, Public, Global Enterprises. The economy mainly classified into three: a capitalist economy, socialist economy, and mixed economy. Capitalist economy mainly dominated by the private individuals, but in case of socialist economy mainly dominated by the government or public sector. But in case of mixed economy, it is mainly dominated by the private and public sectors. Both the private and public sectors are equal participation in a market or in economic activities. Appo India is one of the example of a mixed economy. So in Indian economy, both the private and public sectors are equal ownership or equal participation of economic activities. അപ്പോൾ നമുക്ക് എന്താണ് പ്രൈവറ്റ് സെക്ടർ, എന്താണ് പബ്ലിക് സെക്ടർ എന്ന് ആദ്യം മനസ്സിലാക്കാം. ഫസ്റ്റ്, എന്താണ് പ്രൈവറ്റ് സെക്ടർ? Private sector enterprises means those enterprises which owned, managed and controlled by a private individuals is known as a private sector enterprises. Private sector എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ഓൺ ചെയ്യും മാനേജ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു ബിസിനസ് എൻ്റർപ്രൈസസ്, അത് ഓൺ ചെയ്യും മാനേജ് ചെയ്യും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നത് ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ആണെങ്കിൽ അത്തരം എൻ്റർപ്രൈസസിന് നമ്മൾ എന്ത് പറയുന്നു? പ്രൈവറ്റ് എൻ്റർപ്രൈസസ് എന്ന് പറയുന്നു. നമ്മൾ മെയിനായിട്ട് അതിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ്? The different forms of private sector enterprises are sole proprietorship, partnership, joint stock company, joint Hindu undivided family, cooperative society. These topics are we already discussed in previous chapter. നമ്മൾ എന്താണ് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ? These are the different forms of a private sector enterprises. Main objective of private sector enterprises എന്താണ്? The earning profit. എന്താണ്? Maximizing profit. എങ്ങനെ ഇവരുടെ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നാണ് പ്രൈവറ്റ് സെക്ടർ എൻ്റർപ്രൈസസിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്. എക്സാമ്പിൾ റിലയൻസ് ഇൻഡസ്ട്രീസ്, ടാറ്റ സ്റ്റീൽസ് എക്സെട്ര ആർ ദ എക്സാമ്പിൾസ് ഓഫ് പ്രൈവറ്റ് സെക്ടർ എൻ്റർപ്രൈസസ്. നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ്, വാട്ട് ഈസ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ്? എന്താണ് പബ്ലിക് സെക്ടർ എന്ന് പറഞ്ഞാൽ പഠിക്കാം അല്ലേ? എന്താണ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ്? ആർ ദോസ് എൻ്റർപ്രൈസസ് വിച്ച് മാനേജ് ആൻഡ് കൺട്രോൾ ബൈ എ ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് ഓർ സെൻട്രൽ ഗവൺമെൻറ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റോ സെൻട്രൽ ഗവൺമെൻറ്റോ ഓൺ ചെയ്യുകയും മാനേജ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ ആ ഓർഗനൈസേഷൻ നമ്മളെന്ത് പറയുന്നു? പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് എന്ന് പറയുന്നു. മെയിൻ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഇപ്പോൾ പോസ്റ്റ് ഓഫീസ്, ഗവൺമെൻറ് ഓഫീസ്, അത്തരത്തിലുള്ള എല്ലാ, ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ, റെയിൽവേ, KSRTC, SBI ബാങ്ക്, ഗവൺമെൻറ്, അങ്ങനത്തെ അത്തരം ഗവൺമെൻറ് ഓൺ ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്ന ഓർഗനൈസേഷൻ നമ്മളെന്ത് പറയുന്നു? പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് എന്ന് പറയുന്നു. മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ഈസ് serving society, earning reasonable profit by serving society. സൊസൈറ്റിക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? റീസണബിൾ ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നതായിരിക്കും മെയിൻ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ്. നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് വി ക്യാൻ ഡിസ്കസ് ദ പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഇന്ത്യൻ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യൻ എക്കണോമി. ഇന്ത്യൻ എക്കണോമിയിലുള്ള ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഒരു ചാർട്ട് റെപ്രസെൻറ്റേഷനാണ് ഇത് ഈ ബോർഡിൽ കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് എന്താണ്? 2 types ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇന്ത്യൻ എക്കണോമി എന്താണ്? 2 types ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസ് ആണുള്ളത്. പ്രൈവറ്റ് ബിസിനസ് ഓർഗനൈസേഷനും പബ്ലിക് ഓർഗനൈസേഷൻസും. ഈ പ്രൈവറ്റ് ബിസിനസ് ഓർഗനൈസേഷൻസ് എന്താണ്? 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഡിപ്പാർട്ട്മെൻ്റൽ അണ്ടർടേക്കിങ്സ്, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആൻഡ് തേർഡ് വൺ കമ്പനി. ഇൻ കേസ് ഓഫ് എ പ്രൈവറ്റ് കമ്പനി ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 6. ഏതൊക്കെയാണ്? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, ജോയിൻറ്റ് ഹിന്ദു ഫാമിലി, കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് കമ്പനി ഓൾസോ ഡിവൈഡ് ഇൻറ്റു 2: പബ്ലിക് കമ്പനി, പ്രൈവറ്റ് കമ്പനി ആൻഡ് നെക്സ്റ്റ് ലാസ്റ്റ് വൺ multinational corporation. These are the classifications of a different forms of business organization in India. നമ്മൾ പ്രൈവറ്റ് സെക്ടറും പബ്ലിക് സെക്ടറിൻ്റെ മീനിങ്സ് പഠിച്ചു കഴിഞ്ഞു അല്ലേ? നെക്സ്റ്റ് നമുക്ക് അത് തമ്മിലുള്ള കമ്പാരിസൺ അല്ലെങ്കിൽ ഓർ ഡിഫറൻസസ് ബിറ്റ്വീൻ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ദ ഫസ്റ്റ് വൺ എന്താണ്? ഓണർഷിപ്പ്. ഇൻ കേസ് ഓഫ് പ്രൈവറ്റ് സെക്ടർ ഇറ്റ് ഈസ് ഓൺഡ് ബൈ ദി പ്രൈവറ്റ് ഇൻഡിവിജ്വൽ. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്
പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ഓൺ ചെയ്യുകയും കൺട്രോൾ ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ആണ് എന്ന് പറയുന്നത് പ്രൈവറ്റ് ഓർഗനൈസേഷൻസ്, പ്രൈവറ്റ് സെക്ടർ എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത്. അപ്പോൾ ദ ഓണർഷിപ്പ് ഓഫ് പ്രൈവറ്റ് സെക്ടേഴ്സ് മെയിൻലി ദ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്. നെക്സ്റ്റ്, ഇൻ കേസ് ഓഫ് പബ്ലിക് സെക്ടർ ഇറ്റ് ഈസ് ഓൺ ബൈ ദി സ്റ്റേറ്റ് ഓർ സെൻട്രൽ ഗവൺമെൻറ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റോ സെൻട്രൽ ഗവൺമെൻറ്റോ ആയിരിക്കും ഇത് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ഓൺ ചെയ്തിട്ടുണ്ടാവുക. നെക്സ്റ്റ് ബേസിസ് ദ ഒബ്ജക്റ്റീവ്. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് പ്രൈവറ്റ് സെക്ടർ എൻ്റർപ്രൈസസ് ടു മാക്സിമൈസ് പ്രോഫിറ്റ്. എത്രത്തോളം എങ്ങനെയൊക്കെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നായിരിക്കും ഒബ്ജക്റ്റീവ് ഓഫ് പ്രൈവറ്റ് സെക്ടർ. ബട്ട് ഇൻ കേസ് ഓഫ് പബ്ലിക് സെക്ടർ ദ മെയിൻ ഒബ്ജക്റ്റീവ് ദ എൻഗേജിങ് എക്കണോമിക് ആക്ടിവിറ്റീസ് ടു ബൈ സെർവിങ് എ പബ്ലിക് വെൽഫെയർ, ടു പ്രൊമോട്ട് പബ്ലിക് വെൽഫെയർ. എന്താണ്, ജനങ്ങളുടെ പബ്ലിക്കിൻ്റെ വെൽഫെയർ ആയിരിക്കും ഇത് മെയിനായിട്ടും പ്രൈവറ്റ് സെക്ടർ എൻ്റർപ്രൈസസിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ദ തേർഡ് വൺ ദ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ഏതൊക്കെയാണ് ഫോംസ്? പ്രൈവറ്റ് സെക്ടർ, ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് പ്രൈവറ്റ് സെക്ടർ എൻ്റർപ്രൈസസ് ആർ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, ജോയിൻറ്റ് ഇൻടു ഫാമിലി ബിസിനസ്, കോഓപ്പറേറ്റീവ് സൊസൈറ്റി, ജോയിൻറ്റ് സ്റ്റോക്ക് companies. These are the important types of the important forms of private sector enterprises. But in case of public sector enterprises, they are the departmental undertaking, statutory corporation, government companies. These are the important types of public sector enterprises. Next, accountability. In case of private sector enterprises, it is accountable to the owners. ഓണേഴ്സിനാണ് എന്തിന് അക്കൗണ്ടബിൾ ആകുന്നത് പ്രൈവറ്റ് സെക്ടർ എൻ്റർപ്രൈസസ്. ബട്ട് ഇൻ കേസ് ഓഫ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ഇറ്റ് ഈസ് അക്കൗണ്ടബിൾ ടു ദി പബ്ലിക് ബൈ പാർലമെൻറ്റ്, ത്രൂ പാർലമെൻറ്റ്. പാർലമെൻറ്റിലൂടെ പബ്ലിക്കിന് അക്കൗണ്ടബിൾ ആണ് പ്രൈവറ്റ് സെക്ടർ എൻ്റർപ്രൈസസ്. എന്താണ്, ഇവർ എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റീസ് ഇവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് എന്താണ് അത് പ്രോപ്പറായിട്ട് ചെയ്യാൻ എന്താണ് ബീങ് അക്കൗണ്ടബിൾ ടു ദി പബ്ലിക്. ദാറ്റ് ഈസ് അക്കൗണ്ടബിലിറ്റി. നെക്സ്റ്റ് വൺ, പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ്. In case of private sector enterprises, the political interference is less than because it is owned by and controlled by the private individuals. അപ്പോൾ political interference comparatively less ആയിരിക്കും. But in case of public sector enterprises, the political interference is comparatively high or more. എന്താണ്, അവിടെ ഗവൺമെൻറ് ആണ് എന്ത് ചെയ്യുന്നത് ആ ബിസിനസ് സ്ഥാപനത്തിന് എന്ത് റൺ ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് മെയിനായിട്ടും ഒരു റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആയിരിക്കും എന്ത് ചെയ്യുന്നത് ആ രാജ്യം എന്താണ് കൺട്രോൾ ചെയ്യുന്നത് അല്ലേ, ഭരിക്കുന്നത്. അപ്പോൾ അതാണ് പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ് മോർ ഇൻ കേസ് ഓഫ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ്. ആൻഡ് ലാസ്റ്റ് വൺ, ഗവൺമെൻറ് കൺട്രോൾ. ഇൻ കേസ് ഓഫ് പ്രൈവറ്റ് സെക്ടർ എൻ്റർപ്രൈസസ് ഗവൺമെൻറ് കൺട്രോൾ ഈസ് ലെസ്. എന്നാണ്, അങ്ങനെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഗവൺമെൻറ് കൺട്രോൾ ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ടാവും ഓപ്പൺ ചെയ്യാൻ, അല്ലാത്ത ഫിനാൻഷ്യൽ കൺട്രോളൊന്നും ഇൻ കേസ് ഓഫ് പ്രൈവറ്റ് സെക്ടർ ലെസ് ആണ്. നെക്സ്റ്റ്, ഇൻ കേസ് ഓഫ് പബ്ലിക് സെക്ടർ എന്താണ്, ദർ ഇസ് എ സ്ട്രിക്റ്റ് ഫിനാൻഷ്യൽ കൺട്രോൾ ഓവർ ഗവൺമെൻറ്. എന്താണ്, സ്ട്രിക്റ്റ് ഫിനാൻഷ്യൽ കൺട്രോൾ ഉണ്ടാകുന്നതാണ് ഗവൺമെൻറ്റിൻ്റെ സ്ട്രിക്റ്റ് ഫിനാൻഷ്യൽ കൺട്രോൾ ഇൻ കേസ് ഓഫ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ്. പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആരാണ്, ഗവൺമെൻറ് ആണ്. അതിൻ്റെ റവന്യൂ ആർക്കാണ്, ഗവൺമെൻറ്. അതുകൊണ്ടാണ് ഫിനാൻഷ്യൽ കൺട്രോൾ ഇൻ കേസ് ഓഫ് ദർ ഇസ് എ സ്ട്രിക്റ്റ് ഫിനാൻഷ്യൽ കൺട്രോൾ ഇൻ കേസ് ഓഫ് public sector enterprises. These are the main differences between public sector and private sector. Now next we are discussing about different types of public sector enterprises. In previous chapter we are discussing about the different forms of public sector enterprises. They are partnership, sole proprietorship, company, Hindu undivided family business, cooperative society. Now we are moving on different types of public sector enterprises. They are departmental undertaking, statutory corporation, government company. The first we are discussing the departmental undertaking. It is the most popular and oldest form of public sector enterprises. It is established as a department of a ministry or considered as a part of a ministry itself. ഒരു ഗവൺമെൻറ് ഒരു മിനിസ്ട്രി, ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു മിനിസ്ട്രിയുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാർട്ടായിട്ടോ കരുതുന്ന ഒരു ഓർഗനൈസേഷൻസിന് നമ്മളെന്ത് പറയുന്നു, ഒരു പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിന് നമ്മളെന്ത് പറയുന്നു, ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിംഗ് എന്ന് പറയുന്നു. ഇറ്റ് ഈസ് എ എക്സ്റ്റൻഷൻ ഓഫ് എ മിനിസ്ട്രി. ഒരു മിനിസ്ട്രിയുടെ എക്സ്റ്റൻഷനോ അല്ലെങ്കിൽ ഒരു മിനിസ്ട്രിയുടെ സബ് ഡിവിഷൻ ഓഫ് മിനിസ്ട്രി എന്താണ്, അതാണ് ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിംഗ്. ഒരു മിനിസ്ട്രിയുടെ ഡിപ്പാർട്ട്മെൻറ്റ്, സിമ്പിളായിട്ട് പറഞ്ഞാൽ
ഏതെങ്കിലും ഒരു മിനിസ്ട്രിയുടെ ഡിപ്പാർട്ട്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിംഗ് എന്ന് പറയുന്നത്. മെയിൻ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ദ ഇന്ത്യൻ റെയിൽവേ ഈസ് മാനേജ്ഡ് ബൈ ദി മിനിസ്ട്രി ഓഫ് റെയിൽവേ. ഇന്ത്യൻ റെയിൽവേ ഏതാണ്, റെയിൽവേ മിനിസ്ട്രിയാണ് എന്ത് ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എന്താണ്, ദ അനദർ എക്സാമ്പിൾ ദ പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ് ഈസ് റൺ ആസ് എ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ മിനിസ്ട്രി. കമ്മ്യൂണിക്കേഷൻ മിനിസ്ട്രിയുടെ ഒരു സബ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സബ് ഡിവിഷനാണ് എന്ന് പറയുന്നത് പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ് എന്ന് പറയുന്നത്. സോ in simply we can say the department undertakings means the extension of a particular ministry or a subdivision of a particular ministry. ഏതെങ്കിലും ഒരു മിനിസ്ട്രിയുടെ ഒരു എക്സ്റ്റൻഷനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സബ് ഡിവിഷനോ എന്താണ് നമ്മൾ പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിംഗ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ the features of departmental undertakings. The first one, department of the government. ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്താണ് എന്താണ് ഈ ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിംഗ് ക്രിയേറ്റഡ് ബൈ ദി സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ആണ് എന്ത് ചെയ്യുന്നത്, ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഫോം ചെയ്യുന്നത് സ്റ്റേറ്റോ സെൻട്രൽ ഗവൺമെൻറ്റോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെന്താണ്, ഇറ്റ് ഈസ് വർക്ക് ആസ് എ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ദി ഗവൺമെൻറ്. ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. സോ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദി ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ ഒരു പാർട്ടാണ് ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിംഗ് തന്നെ. ഒരു ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് ഡിപ്പാർട്ട്മെൻറ്റൽ undertakings എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് സെക്കൻഡ് വൺ, ദ ഫുൾ ഗവൺമെൻറ് കൺട്രോൾ. In case of a departmental undertakings which is owned and controlled by the government, ഫുള്ളായിട്ടും ഇതിനെ കൺട്രോൾ ചെയ്യും, ഇത് ഓൺ ചെയ്യുന്നത് ആരാണ്, ഗവൺമെൻറ് ആണ് അല്ലേ. ആൻഡ് ഇറ്റ്സ് ഓൾസോ ആൻസറബിൾ ടു ദി പാർലമെൻറ്റ്. പാർലമെൻറ്റ് എന്താണ് ഇത്, ഇറ്റ് മസ്റ്റ് ബി ഇൻ കേസ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർടേക്കിംഗ് ഇറ്റ് മസ്റ്റ് ബി ദ ഓപ്പറേഷൻസ് മസ്റ്റ് ബി സ്പീക്കിംഗ് ഇൻ പാർലമെൻറ്റ്. പാർലമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻസിന് ആൻസറബിൾ ആണ് ദ ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർടേക്കിങ്സ്. ഈ ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർടേക്കിങ്സിൻ്റെ ഓപ്പറേഷൻസ് ഒക്കെ എന്താണ്, ഇവർ സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട് പാർലമെൻറ്റ്. അതുകൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർടേക്കിങ്സ് ആർ ആൻസറബിൾ ടു ദ പാർലമെൻറ്റ്, ആൻസറബിൾ ടു പാർലമെൻറ്റ്. ആൻഡ് നെക്സ്റ്റ് തേർഡ് വൺ എന്താണ്, സ്റ്റാറ്റസ് ഓഫ് എംപ്ലോയീസ്. In departmental undertakings, the employees are civil servant or government employees. ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിങ്സിൻ്റെ എംപ്ലോയീസ് ആരാണ്, സിവിൽ സർവൻസോ അല്ലെങ്കിൽ ഗവൺമെൻറ് എംപ്ലോയീസ് തന്നെയാണ്. അവർക്ക് their appointment, their recruitment and remuneration, the conditions of services are similar to government employees. ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ റെമ്യൂണറേഷനോ അവരെ റിക്രൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിങ്സിലെ എംപ്ലോയീസിനെയും റിക്രൂട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താണ്, ഇവർ the employees are appointed by the UPSC or SSB. എന്താണ് ഈ ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിങ്സിൻ്റെ എംപ്ലോയീസിനെ എന്താണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിയോ അല്ലെങ്കിൽ സ്റ്റാഫ് സെലക്ഷൻ ബോർഡോ ആണ്. അതാണ് മെയിനായിട്ട് എന്ത് ചെയ്യുന്നത് അവരെ അപ്പോയിൻറ്റ് ചെയ്യുന്ന മെയിൻ ഏജൻസീസ്. നെക്സ്റ്റ് ഫോർത്ത് വൺ എന്താണ്, ഗവൺമെൻറ് ഫിനാൻസിങ്. In departmental undertaking, the amount is invested by government. The finance is allocated to annual budget appropriation. ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിങ്ങിൽ ഫണ്ട് വേണ്ട ഇവർക്ക് ഓപ്പറേഷൻസ് നടത്താൻ വേണ്ടിയിട്ട്. ആ ഫണ്ട് ആനുവൽ ബഡ്ജറ്റിൽ കൂടിയാണ് ഇവർക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ദ റവന്യൂ ഏൺ ബൈ ദിസ് ഡിപ്പാർട്ട്മെൻറ്റ് മസ്റ്റ് ബി പെയ്ഡ് ടു ഗവൺമെൻറ് ട്രഷറി. ഗവൺമെൻറ് ട്രഷറിയിലേക്ക് ഇവർ ഏൺ ചെയ്യുന്ന റവന്യൂ ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യണം. അതാണ് നെക്സ്റ്റ് വൺ എന്താണ്, നെക്സ്റ്റ് നോ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ്. In case of department undertaking, it does not have separate entity from government. ഗവൺമെൻറ്റിൽ നിന്ന് സെപ്പറേറ്റ് എൻറ്റിറ്റി ഒന്നുമില്ല. ഇതിൻ്റെ ആക്ടിവിറ്റീസ് it cannot engage into contract and own property by own property. ഇതിന് സ്വന്തമായിട്ട് എന്താണ് പ്രോപ്പർട്ടി വാങ്ങാനോ അല്ലെങ്കിൽ കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യാനോ കേസ് ഫയൽ ചെയ്യാനോ ഒന്നും റൈറ്റ്സ് ഇല്ല. ഇതെന്താണ്, ഇറ്റ് ഈസ് എ സബ് ഡിവിഷൻ ഓർ എ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ്. അതുകൊണ്ട് ഇതിന് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഇല്ല. നെക്സ്റ്റ് ഫീച്ചർ ഈസ് സോവറിൻ ഇമ്മ്യൂണിറ്റി. The departmental undertakings can enjoy the sovereign immunity. Sovereign immunity means എന്താണ്, സിമ്പിളായിട്ട് ഇത് പറയുകയാണെങ്കിൽ പിന്നെ ഇത് ഗവൺമെൻറ്റിൻ്റെ സമ്മതമില്ലാതെ ഗവൺമെൻറ്റിനെയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനെയോ എന്താണ് എതിരായിട്ട് കേസ് ഫയൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു റൂളാണെന്ന് പറയുന്നത് സോവറിൻ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിങ്സ് എന്താണ്, ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അതുകൊണ്ട് ഇറ്റ് ക്യാൻ എൻജോയിങ് ദി സോവറിൻ ഇമ്മ്യൂണിറ്റി. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് നോൺ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്.
എന്താണ് the entire amount of a capital is invested by the government in case of department undertaking. ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർടേക്കിങ്ങിലെ മുഴുവൻ ക്യാപിറ്റൽ ഫണ്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആരാണ്? ഗവൺമെൻറ് ആണ്. ദർ ഇസ് നോട്ട് അലൗഡ് ദ പ്രൈവറ്റ് പാർട്ടീസ് ടു ഇൻവെസ്റ്റ് ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ. ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർടേക്കിങ്സിൽ പ്രൈവറ്റിന് പാർട്ടിസിപ്പേഷനോ അല്ലെങ്കിൽ പ്രൈവറ്റിന് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാനോ ഉള്ള ഓപ്പർച്യൂണിറ്റി ഇല്ല. അവരെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് ആരും അലോ ചെയ്യുന്നില്ല. ദിസ് ഓൺലി ദ ഫുള്ളി ഓൺ ആൻഡ് കൺട്രോൾ ബൈ ആരാണ്? ഗവൺമെൻറ് ആണ്. അതുകൊണ്ട് ദ ഫുൾ ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ബൈ ദി പബ്ലിക് അല്ലെങ്കിൽ departmental undertakings are the government. So these are the important features of the departmental undertakings. Next we are moving on the advantages or merits of departmental undertakings. The first one, easy formation. In case of departmental undertakings which is designed which is formed on the basis of administrative decision, ഈ ഗവൺമെൻറ്റിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻസിൻ്റെ ഫലമായിട്ടാണ് എന്ത് ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർടേക്കിങ്സ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് വെരി ഈസി ഫോർമേഷനാണ്. അധികം ലീഗൽ ഫോർമാലിറ്റീസും അധികം കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല. ജസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ ഡിസിഷൻസ് പാസ്സായി കഴിഞ്ഞാൽ എന്താണ് ഇത്തരത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർടേക്കിംഗ് ഓർഗനൈസേഷൻസ് ഫോം ചെയ്യാം. സെക്കൻഡ് വൺ, ഗവൺമെൻറ് കൺട്രോൾ. ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിങ്സ് ആർ ഫുള്ളി കൺട്രോൾഡ് ആൻഡ് മാനേജ്ഡ് ബൈ ദി ഗവൺമെൻറ്. ആ ഗവൺമെൻറ് ആണ് ആ ഓർഗനൈസേഷനെ ഫുള്ളായിട്ട് കൺട്രോളും മാനേജും ചെയ്യുന്നത്. സോ ദ ഗവൺമെൻറ് ക്യാൻ ഇംപ്ലിമെൻറ്റ് വെരി സ്മൂത്ത്ലി ഗവൺമെൻറ് പോളിസീസ് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാം, ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അവിടെ ഇങ്ങനെ വേറൊരു പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ ഓരോ ഇൻ്റർഫിയറൻസോ ഓരോ കൺസെൻറ്റോ ഒന്നും ആവശ്യമില്ല. ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനം തന്നെയാണ്. അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ പോളിസീസ് എന്താണ് വളരെ ഈസി ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതാണ് സെക്കൻഡ് അഡ്വാൻറ്റേജസ് എന്താണ്, the full government control. And third one, public accountability. The departmental undertakings are accountable or answerable to the parliament. ഈ ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർടേക്കിങ്സിൻ്റെ ആക്ടിവിറ്റീസ് ഒക്കെ എന്താണ് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നത്, സൂപ്പർവൈസ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതിന് എന്താണ് ഈ ഗവൺമെൻറ് എന്താണ് ഈ പാർലമെൻറ്റിന് ആൻസറബിൾ ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് സോ ദിസ് കൺട്രോൾ വിൽ മേക്ക് മാനേജ്മെൻറ്റ് അലേർട്ട്. മാനേജ്മെൻറ്റ് എന്താണ് അവരൊരു ജസ്റ്റ് ഒരു അലേർട്ട്, അവർക്ക് എന്താണ് ഇതിന് നമ്മൾ ആൻസറബിൾ ആണ്, അവരുടെ പാർലമെൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസറബിൾ ആണ് എന്നുള്ള ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് എന്താണ് മാനേജ്മെൻറ്റ് കൂടുതൽ അലേർട്ട് ആവുന്നുണ്ട്. ദാറ്റ് ഈസ് ദ തേർഡ് വൺ എന്താണ് പബ്ലിക് അക്കൗണ്ടബിലിറ്റി. ആൻഡ് നെക്സ്റ്റ് വൺ ദ സീക്രസി. ഇതെന്താണ് നമ്മളൊരു ബിസിനസ് ഓർഗനൈസേഷൻ, ഇറ്റ് ഈസ് മോസ്റ്റ് സൂട്ടബിൾ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ വിച്ച് റിക്വയർഡ് ദ മെയിൻറ്റെയിനിങ് സീക്രസി ആൻഡ് കൺട്രോൾ. ഒരു ബിസിനസ്സിന് കൂടുതൽ എന്താണ് ഈ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ കൺട്രോൾ എന്ന ഈ ഒരു വ്യക്തിയുടെ കയ്യിൽ തന്നെയാണ് എന്ന് നിർബന്ധമുള്ള ഒരു ബിസിനസ്സിൻ്റെ ഒരു ടൈപ്പ് ആണെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർടേക്കിംഗ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷനാണ്. എന്താണ് ഇവിടെ ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സും ഇവരുടെ ബിസിനസ് സീക്രട്സും ഡിസിഷൻസും എന്താണ് പബ്ലിക്കിന് ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ള ഒരു കമ്പൽസറി റൂളൊന്നുമില്ല. ഇവർക്ക് എന്ത് ചെയ്യാം, ദേ ക്യാൻ മെയിൻറ്റെയിൻ കോൺഫിഡൻഷ്യാലിറ്റി അബൌട്ട് ദെയർ ബിസിനസ് ഡിസിഷൻസ് ആൻഡ് ഇൻഫർമേഷൻസ്. അപ്പോൾ മെയിൻ എക്സാമ്പിൾ പറയാം അറ്റോമിക് എനർജി, ഡിഫൻസ് പ്രൊഡക്ഷൻ, അത്തരത്തിലുള്ള ടൈപ്പ് ഓഫ് ബിസിനസ് ഏറ്റവും സ്യൂട്ടബിൾ എന്നാണ് ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിങ്സ് ടൈപ്പ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനാണ്. നെക്സ്റ്റ് വൺ എന്താണ് ഫിഫ്ത്ത് വൺ, പ്രോപ്പർ യൂസ് ഓഫ് മണി. there is a less chance of misusing of a public money. ഇതെന്താണ് ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർടേക്കിങ്ങിൻ്റെ സ്ഥാപനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാറാണ് ഗവൺമെൻറ് ആണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പണം എന്ന് പറഞ്ഞാൽ അതാണ് പബ്ലിക്കിൻ്റെ പണമാണ്. പക്ഷേ ഇൻ കേസ് ഓഫ് പബ്ലിക് ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർടേക്കിങ്സ് ദർ ഇസ് എ ലെസ് ചാൻസ് ഓഫ് മിസ്യൂസ്. എന്താണ് കാരണം ഇവിടെയുള്ള എന്താണ് ഈ ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർടേക്കിങ്സ് ഇയർലി എന്ത് ചെയ്യുന്നു, ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യും, ബഡ്ജറ്റ് ചെയ്യുന്നുണ്ട്, പ്രോപ്പർലി എന്ത് ചെയ്യുന്നു ബഡ്ജറ്റ് ആൻഡ് അക്കൗണ്ടിങ് ആൻഡ് accounting allocation and auditing of these types of organization. ഇയർലി എന്ത് ചെയ്യുന്നു ഇവിടുത്തെ ഒരു ബഡ്ജറ്റ്, ആനുവൽ ബഡ്ജറ്റ് കൂടി ഫിനാൻസ് അലോക്കേറ്റ് ചെയ്തിട്ട് ആ ഫിനാൻസ് എങ്ങനെയാണ് സ്പെൻഡ് ചെയ്തത്, എത്രയാണ് എക്സ്പെൻഡിച്ചർ, എത്രയാണ് അതിൽ നിന്ന് ഇൻകം കിട്ടിയതിൻ്റെ അക്കൗണ്ടിങ് ചെയ്ത് ഓഡിറ്റ് ചെയ്യുന്നുണ്ട് ഇയർലി. അതുകൊണ്ട് ദർ ഇസ് എ ലെസ് ചാൻസ് ഓഫ് മിസ്യൂസ് ഓഫ് പബ്ലിക് മണി. ആൻഡ് ലാസ്റ്റ് വൺ എന്താണ് റവന്യൂ. The revenue of the departmental undertaking is one of the source of a income of government. ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു സോഴ്സ് ഓഫ് ഇൻകം ആണെന്ത് പിന്നെ ഈ ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിങ്ങിലെ റവന്യൂ. ദിസ് മസ്റ്റ് ബി ഡെപ്പോസിറ്റഡ് ഇൻ ടു ഗവൺമെൻറ് ട്രഷറി. ഈ ഇവരുണ്ടാക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർടേക്കിങ്സ് ഉണ്ടാക്കുന്ന റവന്യൂ എന്താണ് ഗവൺമെൻറ് ട്രഷറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കണം. ദിസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് അഡ്വാൻറ്റേജസ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിങ്സ്.
ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ ദ ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് ഈസിലി ഫോംഡ് ഇറ്റ് ഈസ് ഫോംഡ് ഓൺ ദി ബേസിസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻ ഓഫ് ദി ഗവൺമെൻറ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻ്റെ റിസൾട്ട് ഫലമായിട്ടാണ് എന്താണ് ഈ ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർടേക്കിങ്സ് ഫോം ചെയ്യുന്നത്. സെക്കൻഡ് വൺ ഫുൾ ഗവൺമെൻറ് കൺട്രോളാണ്. അതുകൊണ്ട് ഗവൺമെൻറ് പോളിസീസൊക്കെ വളരെ ഈസിലി നമുക്ക് എന്താണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും ഇത്തരത്തിലുള്ള ഓർഗനൈസേഷനിൽ. ആൻഡ് തേർഡ് വൺ പബ്ലിക് അക്കൗണ്ടബിലിറ്റി. ദ ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർടേക്കിങ്സ് ആർ അക്കൗണ്ടബിൾ ഓർ ആൻസറബിൾ ടു ദി പാർലമെൻറ്റ്. സോ ദിസ് വിൽ മേക്ക് അലേർട്ട് ടു ദ മാനേജ്മെൻറ്റിന് അലേർട്ട് ആകുന്നുണ്ട്, കൂടുതൽ അലേർട്ട് ആവും. എന്താണ് ഇവർ പാർലമെൻറ്റിന് ഇവരുടെ ഓപ്പറേഷൻസ് ഇവരെ ആക്ടിവിറ്റീസൊക്കെ എന്താണ് ആൻസറബിൾ ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് ദ ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർടേക്കിങ്സ് എന്താണ് പബ്ലിക്കലി അക്കൗണ്ടബിൾ ആണ്. ആൻഡ് ഫോർത്ത് വൺ എന്താണ് ദിസ് ടൈപ്പ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ക്യാൻ മെയിൻറ്റെയിൻ ദ സീക്രസി അബൌട്ട് ദെയർ ബിസിനസ് ഡിസിഷൻ ആൻഡ് ബിസിനസ് സീക്രട്സ്. അവരുടെ ബിസിനസ് ഡിസിഷൻസും സീക്രട്സും എന്താണ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ടൈപ്പ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ഫിഫ്ത്ത് വൺ ദിസ് വിൽ ഹെൽപ്പ് ടു മെയിൻറ്റെയിനിങ് പ്രോപ്പർ യൂസ് ഓഫ് പബ്ലിക് മണി. എന്താണ് അവിടെ ഇയർലി ബഡ്ജറ്റ് ചെയ്ത് അക്കൗണ്ടിങ് ഓഡിറ്റൊക്കെ നടത്തുന്നുണ്ട്. അവിടെ മിസ്യൂസ് ഓഫ് പബ്ലിക് മണിക്ക് ചാൻസ് വളരെ കുറവാണ്. നെക്സ്റ്റ് വൺ എന്താണ് റവന്യൂ എന്താണ് വൺ ഓഫ് ദി സോഴ്സ് ഓഫ് ഇൻകം ഓഫ് എ ഗവൺമെൻറ്. ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു സോഴ്സ് ഓഫ് ഇൻകം എന്താണ് ഈ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് കിട്ടുന്ന റവന്യൂ ആണ്. ദിസ് മസ്റ്റ് ബി ട്രാൻസ്ഫർ ടു ദ ഗവൺമെൻറ് ട്രഷറി. Next we are discussing about the demerits or limitations of departmental undertakings. The first നമ്മൾ ഫീച്ചേഴ്സ് പറഞ്ഞു കഴിഞ്ഞു, അതിൻ്റെ മെറിറ്റ്സ് പറഞ്ഞു. നെക്സ്റ്റ് എന്താണ് ലിമിറ്റേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. The first one, the political interference. The management and control of departmental undertaking are the minister of a concerned ministry. ഒരു പർട്ടിക്കുലർ മിനിസ്ട്രിയുടെ മിനിസ്റ്ററാണ് എന്താണ് ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിംഗ് കൺട്രോൾ ചെയ്യും മാനേജ് ചെയ്യുന്നത്. സോ ദ മിനിസ്റ്റർ ഈസ് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് എ പൊളിറ്റിക്കൽ പാർട്ടി. ഒരു പൊളിറ്റിക്കൽ രാജ്യം ഇപ്പോൾ എന്താണ് ഈ രാജ്യം ഇപ്പോൾ ആരാണോ ഭരിക്കുന്നത് ആ പാർട്ടിയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണ് അല്ലേ ഈ മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ. സോ ദ ഡിസിഷൻ റിലേറ്റിംഗ് ടു ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർടേക്കിംഗ് മേ ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി ഇൻട്രസ്റ്റ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടിയുടെ താല്പര്യങ്ങൾ എന്ത് ചെയ്യാം ഈ ബിസിനസ്സിൻ്റെ ഡിസിഷൻസ് എടുക്കുന്നതിൽ എഫക്റ്റ് ചെയ്യാം, അതിനെ ബാധിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതാണ് ദ ഫസ്റ്റ് ഡിമെറിറ്റ്സ്. എന്താണ് പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഇൻ കേസ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിങ്സ്. സെക്കൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിംഗ് ഈസ് ലാക്ക് ഓഫ് ഫ്ലെക്സിബിലിറ്റി. The functions of departmental undertaking is strictly controlled by the parliament. Parliament എന്താണ് ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർടേക്കിങ്സിൻ്റെ ആക്ടിവിറ്റീസും ഓപ്പറേഷൻസും എന്താണ് കൺട്രോൾ ചെയ്യുന്നുണ്ട് അല്ലേ, സ്ട്രിക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ദർ ഇസ് എ ലെസ് ചാൻസ് ഫോർ ഇനീഷ്യേഷൻ ആൻഡ് ഇന്നോവേഷനും പുതിയൊരു ഇനീഷ്യേറ്റീവ് എടുക്കാനൊക്കെ ഉള്ളത് ഒരു സ്കോപ്പ് വളരെ കുറവാണ്. എന്ത് ചെയ്യണമെങ്കിൽ എന്താണ് ഈ പാർലമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെയോ പെർമിഷൻ നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ലെസ് സ്കോപ്പ് ഫോർ ഇന്നോവേഷൻ. നെക്സ്റ്റ് അതുകൊണ്ട് ഇവിടെയുള്ള എന്താണ് the flexibility must be essential for the smooth performance of business organization. ഒരു ഓർഗനൈസേഷൻ്റെ സ്മൂത്ത് ഫങ്ഷനിങ്ങിന് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫ്ലെക്സിബിലിറ്റി. നമ്മൾ എന്താണ് നമ്മുടെ എൻവയോൺമെൻറ്റിലെ ചേഞ്ച് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക നമ്മളെ ബിസിനസ്സിലും എന്ത് ചെയ്യുക ചേഞ്ചസ് അഡോപ്റ്റ് ചെയ്യുക. പക്ഷേ ഇൻ കേസ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർടേക്കിംഗ് ദർ ഇസ് എ ലാക്ക് ഓഫ് ഫ്ലെക്സിബിലിറ്റി. ആൻഡ് തേർഡ് വൺ ഇൻഎഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ്. Department undertakings are managed by civil servant or government employees. മെയിനായിട്ട് മാനേജ് ചെയ്യുന്നത് ആരാണ്? സിവിൽ സർവൻസ് ആണ് അല്ലേ, ഗവൺമെൻറ് എംപ്ലോയീസ് ആണ്. ഇവർക്ക് എന്താണ് ദർ മേ ബി ചാൻസ് ഓഫ് the less experience and lack of professional skill for ഗവൺമെൻറ് എംപ്ലോയീസ് എന്താണ് പൊതുവെ കോമൺ ആയിട്ടും എന്താണ് അവർക്ക് ബിസിനസ്സിൽ എക്സ്പീരിയൻസ് വളരെ കുറവായിരിക്കും, അതുപോലെ പ്രൊഫഷണൽ സ്കില്ലൊക്കെ കുറവായിരിക്കും. അതുകൊണ്ട് ദിസ് വിൽ ലീഡ് ടു എന്താണ് ഇൻഎഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ് ഓഫ് എ ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർടേക്കിങ്സ്. ആൻഡ് ഫോർത്ത് വൺ റെഡ് ടാപ്പിസം. In department undertakings, the decisions are delayed due to the lot of procedures and political consideration. This will lead to red tapeism. Red tapeism എന്ന് പറഞ്ഞാൽ എന്താണ്? The lot of procedures and formalities are required to
ടു അച്ചീവ് സംതിങ്. എന്താണ്, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ നമുക്കൊരു ലൈസൻസ് കിട്ടണം, അല്ലെങ്കിൽ എന്തൊരു സ്ഥാപനം തുടങ്ങാനുള്ള പെർമിഷൻ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, പല പ്രൊസീജിയേഴ്സും ഫോർമാലിറ്റീസൊക്കെ ഫുൾഫിൽ ചെയ്യണം, എന്നാലേ നമുക്കത് കിട്ടും. ഇതിനാണ് റെഡ് ടാപ്പിസം എന്ന് പറയുന്നത്. അത് ഇൻ കേസ് ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർടേക്കിങ്ങിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവിടെ ഈ റെഡ് ടാപ്പിസത്തിന് ചാൻസ് ഉണ്ട്. എന്താണ്, ഒരു ഡിഫറെൻറ്റ് ഫോർമാലിറ്റീസൊക്കെ ഫുൾഫിൽ ചെയ്യണം, പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസിനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ദ അനദർ ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർടേക്കിംഗ് ഈസ് റെഡ് ടാപ്പിസം. And fifth one is a financial dependence. The ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിങ്സ് എന്താണ്, ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർടേക്കിങ്സ് മെയിൻലി എന്താണ്, ഫണ്ട് കിട്ടുന്നത് എവിടെ നിന്നാണ്, ഗവൺമെൻറ്റിൻ്റെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഗവൺമെൻറ്റാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അലോക്കേറ്റ് ചെയ്യുന്നത് ബഡ്ജറ്റിൽ കൂടി ഫണ്ട്. അപ്പോൾ ഇവർ ഏൺ ചെയ്യുന്ന ഈ ഏർണിങ്സ് എന്താണ്, അത് മെയിൻലി മസ്റ്റ് ബി ഡെപ്പോസിറ്റഡ് ഇൻ ടു ട്രഷറി. ദേ കാനോട്ട് യൂസ് ദെയർ ഏർണിങ്സ് ഫോർ ദെയർ ഡെവലപ്മെൻറ്റ്. ആ ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടിയോ അല്ലെങ്കിൽ ഫർദർ ഒരു എക്സ്പാൻഷന് വേണ്ടിയിട്ടോ എന്താണ് ഈ ബിസിനസ് ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർടേക്കിങ്സ് ഓരോ ഏർണിങ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. അത് directly deposit into government treasury. This is another disadvantages of the departmental undertaking. Sixth one, lack of competition. The departmental undertakings enjoying the monopoly in its field. Department undertaking എന്താണ്, monopoly എന്ന് പറഞ്ഞാൽ എന്താണ്, the firm which is a single seller of ഇറ്റ്സ് പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റിൻ്റെ സിംഗിൾ സെല്ലർ, ഒറ്റ ഒരു മാർക്കറ്റിൽ ഒരു പ്രോഡക്റ്റിന് ഒറ്റ ഒരു സെല്ലറേ ഉള്ളൂ എങ്കിൽ അതിനെന്താ പറയുന്നത്, മൊണോപ്പൊളി എന്ന് പറയുന്നു. ഇവിടെ ഇപ്പോൾ ഈ കേസ് എന്താണ്, ഇന്ത്യൻ റെയിൽവേ സർവീസ് ഇന്ത്യയിൽ ആരെയാണ്, ഗവൺമെൻറ് മാത്രമേ നൽകുന്നുള്ളൂ. അത് ഗവൺമെൻറ് എൻജോയ് മൊണോപ്പൊളി ഇൻ റെയിൽവേ സർവീസസ്. അതുകൊണ്ട് തന്നെ എന്താണ്, ദർ ഇസ് എ ലാക്ക് ഓഫ് കോമ്പറ്റീഷൻ മീൻ എമംഗ് ദി ഫീൽഡ്. ആ ഫീൽഡിൽ നമുക്ക് കോമ്പറ്റീറ്റേഴ്സ് ഇല്ലാത്തതുകൊണ്ട്, ഒരൊറ്റ സെല്ലർ മാത്രമേ ഉള്ളൂ, കോമ്പറ്റീറ്റേഴ്സ് ഇല്ലാത്തതുകൊണ്ട് എന്താണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ്, ഒരു ബെറ്റർ സർവീസസ് റീസണബിൾ ഏറ്റവും ലോവസ്റ്റ് പ്രൈസിൽ ബെറ്റർ സർവീസസ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡൊന്നും ഉണ്ടാവില്ല. അവർ ജസ്റ്റ് ഇൻകോമ്പറ്റൻ്റ് ആയിരിക്കും, അത്ര ഒരു ഫുൾ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ആറ്റിറ്റ്യൂഡും ഒരു ഇതൊന്നും ഉണ്ടാവില്ല ഈ സ്ഥാപനങ്ങൾക്ക്. സോ ദർ ഈസ് എ ലാക്ക് ഓഫ് കോമ്പറ്റീഷൻ. എന്താണ്, ദ അനദർ ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർടേക്കിങ്സ് ഓർഗനൈസേഷൻ. ജസ്റ്റ് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ്. ഫസ്റ്റ് വൺ എന്താണ്, ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർടേക്കിങ്സ് പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസിന് ചാൻസ് ഉണ്ട്. അവിടെ മിനിസ്റ്ററാണ് എന്ത് ചെയ്യുന്നത്, ആ ഓർഗനൈസേഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു റെപ്രസെൻറ്റ്, അതുകൊണ്ട് പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസിന് ചാൻസ് ഉണ്ട്. സെക്കൻഡ് വൺ, ലാക്ക് ഓഫ് ഫ്ലെക്സിബിലിറ്റി. പാർലമെൻറ്റ് കൺട്രോൾ ചെയ്യുന്നുണ്ട്, സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർടേക്കിങ്സിനെ. അതുകൊണ്ട് എന്താണ്, ദർ ഇസ് എ ലാക്ക് ഓഫ് ഫ്ലെക്സിബിലിറ്റി ആണ് ഇൻ കേസ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിംഗ്. തേർഡ് വൺ, ഇൻഎഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ്. ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർടേക്കിങ്സ് കൺട്രോൾ മാനേജ് ചെയ്യുന്നത് ആരാണ്, ഗവൺമെൻറ് എംപ്ലോയീസ് ആണ്, അല്ലെ, സിവിൽ സർവൻസ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു അധികം ബിസിനസ്സിൽ എക്സ്പീരിയൻസ് എല്ലാം കുറവായതുകൊണ്ട് തന്നെ ദർ ഈസ് എ ചാൻസ് ഓഫ് ഇൻഎഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ്. ആൻഡ് ഫോർത്ത് വൺ, റെഡ് ടാപ്പിസം. ഡിസിഷൻസ്, ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർടേക്കിങ്സ് ഡിസിഷൻസ് എടുക്കാൻ എന്താണ് കുറേ പെർമിഷൻസും ഫോർമാലിറ്റീസും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ദർ ഇസ് എ ഡിലേ ഡിസിഷൻ ദാറ്റ് റിസൾട്ടഡ് ഇൻ ടു എ റെഡ് ടാപ്പിസം. നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ, ഫിനാൻഷ്യൽ ഡിപ്പെൻഡൻസ്. എന്താണ്, ഈ ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർടേക്കിംഗ് എന്തെങ്കിലും ഒരു ഫിനാൻസിൻ്റെ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അത് ഗവൺമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യണം. അല്ലാണ്ട് സ്വന്തം ഉള്ള ഫണ്ട്, സ്വന്തം ഏർണിങ്സ് എന്താണ് ഇവരുടെ ബിസിനസ്സിൽ ഇവർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അത് ദാറ്റ് മസ്റ്റ് ബി, ദ ഏർണിങ്സ് മസ്റ്റ് ബി ഡെപ്പോസിറ്റഡ് ഇൻ ടു ഗവൺമെൻറ് ട്രഷറി. ആൻഡ് സിക്സ്ത് വൺ, lack of competition. ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർടേക്കിങ്സ് എൻജോയിങ് ദി മൊണോപ്പൊളി ഇൻ ഫീൽഡ്. അതിൻ്റെ ഫീൽഡിൽ അവർ മൊണോപ്പൊളി എൻജോയ് ചെയ്യുന്നുണ്ട്. സോ ദിസ് വിൽ ലീഡ് ടു ലാക്ക് ഓഫ് കോമ്പറ്റീഷൻ ഇൻ ദിസ് മാർക്കറ്റ്. ദിസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ലിമിറ്റേഷൻസ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർടേക്കിങ്സ്. Today we are discussing about the private sector, public sector മീനിങ്സ് പഠിച്ചു. അതിൻ്റെ എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പബ്ലിക് സെക്ടർ. അതിൽ മെയിനായിട്ട് നമ്മൾ എന്താണ് ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർടേക്കിങ്സ്, അതിൻ്റെ അഡ്വാൻറ്റേജസ്, അതിൻ്റെ പിന്നെ ഡിസ്അഡ്വാൻറ്റേജസ്, ഫീച്ചേഴ്സ്, ഇതൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ഓൾമോസ്റ്റ് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർടേക്കിംഗ് എന്നാണെന്ന് ഞാൻ കരുതുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.